പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ യുവാവിന് 30 വർഷം കഠിന തടവും 35,000 രൂപ പിഴയും കോടതി വിധിച്ചു. തെന്മല ഒറ്റക്കൽ മാപ്പിളശ്ശേരി വീട്ടിൽ 23-കാരനായ റെനിൻ വർഗീസിനെയാണ് പുനലൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 2023 മെയ് മാസത്തിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. 17 വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നതായിരുന്നു കേസ്. സ്പെഷ്യൽ ജില്ലാ ജഡ്ജി TD ബൈജുവാണ് ശിക്ഷ വിധിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും പോക്സോ നിയമത്തിലെയും വിവിധ വകുപ്പുകളിലായി 30 വർഷം കഠിന തടവും 35,000 രൂപ പിഴയുമാണ് ശിക്ഷയായി വിധിച്ചിരിക്കുന്നത്. പിഴത്തുക ഒടുക്കാത്ത പക്ഷം 3 മാസം കഠിന തടവ് കൂടി വിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുക അതിജീവിതയ്ക്ക് നൽകാനും വിധിയിൽ പരാമർശമുണ്ട്. പീഡനത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ 3 മാസങ്ങൾക്ക് ശേഷം ബാംഗ്ലൂരിൽ നിന്നുമാണ് പുനലൂർ പോലീസ് പിടികൂടിയത്. മുൻപും സമാനമായ പീഡനക്കേസിൽ പ്രതിയായിരുന്നു റെനിൻ വർഗീസ്. പ്രോസിക്യൂഷൻ ഭാഗത്തേക്ക് 25 സാക്ഷികളെയും 33 രേഖകളുമാണ് ഹാജരാക്കിയത്. പുനലൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന T രാജേഷ് കുമാറിനായിരുന്നു അന്വേഷണ ചുമതല. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KP അജിത്താണ് കോടതിയിൽ ഹാജരായത്. 17 വയസ്സുകാരിയെ വീണ്ടും ലൈംഗികമായി പീഡിപ്പിച്ച 23-കാരനായ തെന്മല ഒറ്റയ്ക്കൽ മാപ്പിളശ്ശേരി വീട്ടിൽ റെനിൻ വർഗീസിനെ പുനലൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി 30 വർഷം കഠിന തടവും 35,000 രൂപ പിഴയും ശിക്ഷയായി വിധിച്ചു. പിഴ ഒടുക്കാത്ത പക്ഷം 3 മാസം കൂടി കഠിന തടവ് പ്രതി അനുഭവിക്കണം. പിഴ ഒടുക്കുന്ന പക്ഷം ആ തുക അതിജീവിതയ്ക്ക് നൽകാനും പുനലൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജി ശ്രീ TD ബൈജു അദ്ദേഹം ഉത്തരവായിട്ടുണ്ട്. ഈ കേസിനാസ്പദ സംഭവം നടക്കുന്നത് 2023 മെയ് മാസത്തിലാണ്. അതേസമയം ഈ അതിജീവിതയെ പീഡിപ്പിച്ച മറ്റൊരു കേസ് ഈ കോടതിയിൽ നിലവിലുണ്ടായിരുന്നു. ഈ കേസിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ ബാംഗ്ലൂരിൽ നിന്നാണ് പുനലൂർ പോലീസ് മാസങ്ങൾക്ക് ശേഷം പിടികൂടുന്നത്. ഈ കേസിലേക്ക് പ്രോസിക്യൂഷൻ 25 സാക്ഷികളെയും 33 രേഖകളും ഹാജരാക്കിയിട്ടുള്ളത്. പുനലൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന രാജേഷ് കുമാറാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.